Hello, ladies and gentlemen. Sri here. അടുത്തൊരു വെറൈറ്റി സാധനം. സോ ഗൈസ്, ഞാനിവിടെ പറയാൻ പോകുന്നൊരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ്. നമ്മളങ്ങനെ ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡ്സ് ചെയ്യത്തില്ല, പക്ഷെ എന്നാലും ഐ തിങ്ക് എംബാർക്ക് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബ്രാൻഡ് ഇസ് റിയലി നൈസ്. സോ ദിസ് ഇസ് ദ തിങ്. ഫോക്കസ് ആയോന്ന് എനിക്കറിയത്തില്ല, ഫോക്കസ് ആയെന്ന് തോന്നുന്നു. എംബാർക്ക് മൈ ജേർണി കാശ്മീർ എന്നതിൻ്റെ ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര്. ആൻഡ് എനിക്ക് ആദ്യം പറയാനുള്ളത്, ദിസ് ഇസ് നോട്ട് ഫോർ ആബ്സല്യൂട്ട്ലി എവ്രി വൺ. എല്ലാവർക്കും ഉള്ള സാധനമല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സ് ഇച്ചിരി കോൺട്രവേഴ്ഷ്യലാണ്. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദോസ് പെർഫ്യൂംസ് ദാറ്റ് വിൽ മേക്ക് യു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് പെർഫ്യൂംസിൽ ഒന്നാണ്. ഇതിനകത്ത് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് നോട്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഇസ്, ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ടൊബാക്കോ ലെതർ പെർഫ്യൂംസ്, ഊദ് വുഡ്, അങ്ങനത്തെ ആംബറിഷ് ടൊബാക്കോ ലെതറി പെർഫ്യൂംസിനകത്തുനിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. ഒരുപാട്. ടോം ഫോർഡിൻ്റെ തന്നെ ലെതറിന് അറിയപ്പെടുന്ന ഫേമസ് പെർഫ്യൂം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ പെർഫ്യൂം അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിനകത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് ഇൻസ്പിറേഷൻ എടുത്തത്. അതിൻ്റെ EDT വെർഷൻ പക്ക ചാത്തൻ പോലൊരു സാധനമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ എംബാർക്ക് ഹാസ് ഡൺ സംതിങ് എ ലിറ്റിൽ ബിറ്റ് മോർ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു ഫണ്ണായിട്ടുള്ള ആസ്പെക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് മീ, പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ടോപ്പ് നോട്ട്സ് വരുന്നത് ഉറപ്പായിട്ടും ബർഗമോട്ട് ആൻഡ് സാഫ്രോൺ. ടോപ്പ് നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മിക്സ്ഡ് ഒപ്പീനിയൻസ്, ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. നമ്മുടെ നോട്ട് അല്ലെ ഓൾ ഫാക്ടറി വീലിനകത്ത് രണ്ട് എക്സ്ട്രീമിൽ നടക്കുക. സോ ദ കോൺട്രാസ്റ്റ് ഓഫ് ദീസ് നോട്ട്സ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഓൾ ഫാക്ടറി വീലിൽ പെർഫ്യൂം അല്ലെ നോട്ട് വീലിനകത്ത് ഓപ്പോസിറ്റ് സ്പെക്ട്രത്തിൽ കിടക്കുന്ന എടുത്താൽ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരിക്കും. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പഞ്ചി ആയിട്ട് തോന്നും. ആ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇവിടെ തുടക്കത്തിൽ ആദ്യത്തെ 5 മിനിറ്റ് ഭയങ്കര പഞ്ചിയാണ്. പക്ഷേ ഇത് ഡ്രൈ ഡൗണിലോട്ട് വരുമ്പോൾ നമുക്ക് ആംബർ, ഊദ്, റോസ്, ആ സാധനങ്ങളൊക്കെ കയറി വരും. പക്ഷേ ദാറ്റ്സ് നോട്ട് വാട്ട് മേക്സ് ദിസ് ഡിഫറെൻറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ വാട്ട് ദിസ് ഇസ് ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് എവിടേക്ക് ഒരു ഇങ്ക് നോട്ട് ഉണ്ട്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. ഇങ്ക് നോട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഈ ലെതർ നോട്ടിൻ്റെ കൂടെ തന്നെ റോസും കൂടെ ചേരുമ്പോൾ എനിക്കൊരു ഓൾ ഫാക്ടറി സെൻസ് അടിച്ചത് ഇങ്കിൻ്റെ കണക്കാം. ആൻഡ് ഇങ്ക് നോട്ട്സ് പെർഫ്യൂംസിൽ പൊതുവെ യൂസ് ചെയ്യുന്നുള്ളവരോട് ചോദിച്ചാൽ ടോം ഫോർഡിൻ്റെ ബ്ലാക്ക് ലെക്വയർ എന്ന് പറയുന്നൊരു പെർഫ്യൂം ഉണ്ട്. ഇറ്റ് ഈസ് നിങ്ങൾ മണപ്പിച്ചുള്ളവർക്കറിയാം ഇങ്കിനെ ഇത്ര സെഡക്റ്റീവ് ആയിട്ട് ഒരാൾ എങ്ങനെ പോർട്രേ ചെയ്യുന്നതിനുള്ള ഒരു 1-to-1 ക്ലാസിഫിക്കേഷനാണ് ടോം ഫോർഡിൻ്റെ ബ്ലാക്ക് ലെക്വയർ. ആൻഡ് അതേപോലൊരു സാധനം ഇതിനകത്ത് എവിടേക്കോ ഇങ്കിൻ്റെ ഫ്രേഗ്രൻസ്. ഇങ്ക് എന്ന് പറയുന്ന മേ ബി ഗൈസ് പെർഫ്യൂം വേൾഡിനകത്ത് ഒരു നോട്ട് എന്ന് പറയുന്നത് 2, 3, 4 അക്കോർഡായിരിക്കും. എനിക്ക് ഇങ്കായിട്ട് തോന്നുന്നത് മേ ബി ലെതറിൻ്റെ റോസിൻ്റെയോ അല്ല ലെതറിൻ്റെ ബർഗമോട്ടിൻ്റെ അക്കോർഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു സാധനം ഇതിനകത്ത് ലെതർ ഉണ്ട്. ഇതിനകത്ത് ആ ഒരു സ്മൂത്ത് ഡ്രൈ ഡൗണിന് വേണ്ടി എന്താ പറയുക സാഫ്രോൺ ഉണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ആംബറിസ് ഫീൽ ചെയ്യും. പിന്നെ ഏറ്റവും ഡ്രൈ ഡൗണിൽ നമുക്ക് ഇതിനകത്തൊരു ചെറിയ വെരി സട്ടിൽ ഊത് കിട്ടും. ദിസ് ഈസ് എ വെരി ഭയങ്കര പഞ്ചി സ്മെല്ലാണ്. പക്ഷേ നോട്ട് ഓൺ ദ റൂഫ് കൈൻഡ് ഓഫ് സ്മെൽ. അങ്ങനെ എനിക്ക് പറയാനുള്ളത്. ഭയങ്കര പഞ്ചി എന്ന് പറഞ്ഞാൽ അടിച്ചൊരു 3-10 സെക്കൻഡ് ആകുമ്പോൾ മണപ്പിച്ചാൽ നിങ്ങൾക്ക് നൈസ് ഒരു പഞ്ച് കിട്ടും. പക്ഷേ ഇച്ചിരി ഡ്രൈ ഡൗണിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ സൊഫിസ്റ്റിക്കേഷൻ, ഇതിൻ്റെ ആ ലെതറിൻ്റെയും ഇങ്ക് ലൈക്ക് ഫീലൊക്കെ നമുക്ക് വരുന്ന ആ ഒരു ഡ്രൈ ഡൗണിൽ ഭയങ്കര അടിപൊളിയാണ്. ഇറ്റ്സ് അഗൈൻ ഗൈസ് പെർഫ്യൂം കളക്ടേഴ്സിനൊക്കെ ഉള്ള സാധനമാണ്. ദിസ് ഇസ് നോട്ട് ഫോർ എവരിബഡി. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ ഡെയിലി ചെയ്യുന്ന ഇതാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പെർഫ്യൂംസൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര മാസിവ് പ്രൊജക്ഷൻ വേണം. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ രാവിലെ രാത്രി വരെ നിൽക്കണം, മാസിവ് പ്രൊജക്ഷൻ വേണം. ഈ 2 കോൺസെപ്റ്റ് എൻ്റെ തലയിലുണ്ട്. അതിപ്പോൾ അതെൻ്റെ തലയിലില്ല. എൻ്റെ അടുത്തിരിക്കുന്നവർ എന്താ പറയണേ, ജസ്റ്റ് ഒരു ദേ ഷുഡ് ഗെറ്റ് എ സ്നിഫ്, അത്ര എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ ഞാനൊരു റൂമിലോട്ട് കയറി പോകുമ്പം ആ ഒരു സാധനമൊന്നും എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ഇൻവിസിബിൾ ഓറ പോലെയാണ് ഞാനിപ്പോൾ പെർഫ്യൂമിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിന് പറ്റിയ സാധനമാണ്. ഇതിൻ്റെ പ്രൊജക്ഷൻ ഇസ് നോട്ട് ഹെവി, ഭയങ്കര ഹെവി ആയിട്ടുള്ളതല്ല. മേ ബി അടുത്തിരിക്കുന്ന ഒരാൾക്കൊക്കെ കിട്ടും, അത്രയൊക്കെ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് തുണിയിലൊക്കെ അടിക്കുകയാണെങ്കിൽ രാവിലെ അടിച്ചാൽ രാത്രി വരെ കിടക്കും. അഗൈൻ ഇത് ഭയങ്കര ഒരു സ്ട്രോങ് പവർഫുൾ പഞ്ചൻറ്റ് ഫ്രേഗ്രൻസ് അല്ല. ഇത് കൂടുതൽ പെർഫ്യൂം ചെയ്യാൻ പോകുന്ന ഡേ നൈറ്റ്സിന് മേ ബി ഗൈസ് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ അത്ര സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഈ പെർഫ്യൂമിൽ എയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു മിസ്റ്റീരിയസ്നെസ് ഒക്കെ നിങ്ങളുടെ ക്യാരക്ടറിനകത്തുണ്ട്. ഷീ ഡസൻറ്റ് നോ എവറിത്തിങ് അബൌട്ട് യു, ബട്ട് അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ യു, ഷീ ഈസ് ക്യൂരിയസ് അബൌട്ട് യു. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ്
എംബാർക്ക് അടിക്കാം. ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. നമ്മുടെ നാട്ടിൽ പെയ്ഡ് അങ്ങനെ സംബന്ധിച്ച് ഇതുവരെ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്ന എംബാർക്കിൻ്റെ കശ്മീർ മൈ ജേർണീനെ കുറിച്ച് എനിക്ക് ഇച്ചിരി കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു കളക്ടർ എന്തായാലും വേണ്ടിയിരിക്കുന്ന സാധനമാണ് ഇതിൻ്റെ ലെതർ കോഡും സാഫ്രോൺ കോഡും. അതേപോലെ ഭയങ്കര ഡ്രൈ ഡൗണിൽ ഭയങ്കര സ്വീറ്റ് ആവുന്നത്, പക്ഷേ ടോപ്പിൽ ഭയങ്കര പഞ്ചി ആൻഡ് സ്ട്രോങ് സ്മെല്ലാണ്. വിൽ വിമൻ ലൈക്ക് ഇറ്റ് ഓർ വിൽ അതേഴ്സ് ലൈക്ക് ഇറ്റ് എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വാട്ട് യുവർ വിമൻ ഇസ്. ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അവർക്കൊക്കെ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ദിസ് ഇസ് നോട്ട് ഫോർ ദാറ്റ് ടിപ്പിക്കൽ പ്ലേ ബോയ്, ഫൺ ബോയ്, ചിയർഫുൾ ക്യാരക്ടർ. ആ ഒരു കൂളിഷ്, വാട്ടറിഷ് അല്ലെ ഫ്രൂട്ടി പഞ്ചറ്റ് ടീനേജ് ബോയ്സിനുള്ള ഫ്രേഗ്രൻസ് ഉള്ളത്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഫോർ മാൻ. എംബാർക്ക് മൈ ജേർണി കശ്മീർ. ശ്രീ ഹിയർ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു.